നമസ്കാരം. യൂണിവേഴ്സൽ തോട്ട് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥ അർത്ഥം ലഭിക്കുന്നത് നമ്മളുടെ വികാരങ്ങളിലൂടെയാണ്. ഒരു മനുഷ്യന് യാതൊരു തര വികാരവും അനുഭവപ്പെടുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം വെറും മരിച്ചതിന് തുല്യമാണ്. അതുകൊണ്ട് മനുഷ്യ മനസ്സുകളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ വികാരങ്ങളുടെ സ്ഥാനം വളരെ വലുതാണ്. നാം എല്ലാവരും ഏറ്റവും അധികം ആകർഷിക്കപ്പെടുന്ന വികാരം ഏതാണെന്ന് ചോദിച്ചാൽ അത് സന്തോഷം എന്ന വികാരമായിരിക്കും. സന്തോഷവും ആഹ്ലാദവും ലഭിക്കുവാനുള്ള പരിശ്രമങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന സന്തോഷവും ആഹ്ലാദവും അവന് ലഭിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ജീവിതം നേരെ വിപരീത ദിശയിലേക്ക് നീങ്ങുന്നതായിരിക്കും. അതായത് അവൻ്റെ മനസ്സിൽ പിന്നീട് അനുഭവപ്പെടുന്നത് ദുഃഖവും നിരാശയും ആയിരിക്കും. എന്നാൽ നമ്മുടെ വികാരങ്ങൾ നാം വിചാരിക്കുന്നത് പോലെ നമുക്ക് കൃത്രിമമായി സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല. നാം ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തികളിൽ നിന്നോ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നോ നമുക്ക് സ്വയമേവ ലഭിക്കുന്നതാണ് നമ്മുടെ വികാരങ്ങൾ. അതുകൊണ്ടാണ് നാം എല്ലാവരും നാം ആഗ്രഹിക്കുന്ന വികാരങ്ങൾ നമ്മിലേക്ക് ആകർഷിക്കുവാനായി നാം പലതരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്. എന്നാൽ നാം എത്ര പരിശ്രമിച്ചിട്ടും നമുക്ക് നാം ആഗ്രഹിക്കുന്ന വികാരങ്ങളിൽ പലപ്പോഴും എത്തിച്ചേരുവാൻ സാധിക്കാറില്ല. ഇതിൻ്റെ പ്രധാന കാരണം വികാരങ്ങൾ എല്ലാം തന്നെ ചില പ്രകൃതി നിയമങ്ങൾക്ക് അനുസരിച്ചാണ് രൂപപ്പെടുന്നത്. വികാരങ്ങളെ സംബന്ധിച്ച ഏറ്റവും അടിസ്ഥാനപരമായ ഒരു നിയമം എന്നത് അത് അതിൻ്റെ വിരുദ്ധ ശക്തികളുമായി യോജിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ സന്തോഷം അനുഭവിക്കുവാനായി നിങ്ങൾ ഏർപ്പെടുന്ന പ്രവർത്തികൾ നിങ്ങളിലേക്ക് ദുഃഖവും നിരാശയും ആകർഷിക്കുവാൻ സാധ്യതയുണ്ട്. ദുഃഖങ്ങൾ അനുഭവിക്കുവാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷവും അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തപക്ഷം നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷങ്ങൾ തന്നെ കാലക്രമേണ ഒരു ദുഃഖമായി പരിണമിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം ഒരു ദുഃഖമായി മാറുകയും ചെയ്യും. ഇത് മാറ്റമില്ലാത്ത ഒരു പ്രകൃതി നിയമം ആയതുകൊണ്ട് ഇതിനെ നാം എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നതിന് അനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന ദുഃഖത്തെയും അതുമല്ലെങ്കിൽ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളെയും നിങ്ങൾ മുഴുവനായും ഉൾക്കൊള്ളുവാൻ ഉള്ള മനസ്ഥിതി നിങ്ങളിൽ തന്നെ രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സന്തോഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുകയുള്ളൂ. ഉദാഹരണമായി യാത്ര പോകുന്നത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമാണെന്ന് കരുതുക. ഇപ്രകാരം തുടർച്ചയായി നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി നിങ്ങൾ യാത്രകൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് അധികമായ പണച്ചിലവ് ഉണ്ടായേക്കാം. നിങ്ങൾക്ക് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ദിവസവും നിങ്ങൾ ശീലിച്ചു വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചില്ലെന്ന് വരാം. നിങ്ങൾക്ക് അപരിചിതരായ വ്യക്തികളിൽ നിന്ന് പലതരം തിക്താനുഭവങ്ങൾ ഉണ്ടായി എന്ന് വരാം. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതും നിങ്ങൾക്ക് ഒട്ടും യോജിച്ചതല്ലാത്തതുമായ കാലാവസ്ഥയിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായി വന്നു എന്ന് വരാം. നിങ്ങൾക്ക് റോഡ് അപകടങ്ങളെയോ മറ്റ് പലതരം അനിഷ്ട സംഭവങ്ങളെയോ പലപ്പോഴും നേരിടേണ്ടി വന്നു എന്ന് വരാം. എന്നിരുന്നാലും യാത്രയോടുള്ള നിങ്ങളുടെ അമിതമായ ആവേശം, യാത്രയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷം ഇത്തരം ദുഃഖങ്ങളെ അവഗണിക്കുന്നതിനും നിങ്ങളുടെ യാത്ര തുടരുന്നതിനും കാരണമാകും. അതായത് ആഹ്ലാദത്തിന് വേണ്ടിയോ സന്തോഷത്തിന് വേണ്ടിയോ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യവും
ഒരു വെല്ലുവിളി എന്ന പോലെ നിങ്ങളിലേക്ക് ദുഃഖങ്ങളെയും കഷ്ടപ്പാടുകളെയും ആകർഷിക്കും എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. ഇത്തരം ദുഃഖങ്ങളെ കൂടി ഉൾക്കൊള്ളുവാൻ സാധിക്കുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം അനുഭവിക്കുവാൻ അർഹതയുള്ളൂ. ഇത് ഒരു പ്രകൃതിയുടെ മാറ്റമില്ലാത്ത നിയമമാണ്. നിങ്ങൾക്ക് നല്ല ഒരു ജീവിതം ആശംസിച്ചുകൊള്ളുന്നു.